മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പഴനി കണക്കംപെട്ടിയിൽ പഴനിയപ്പൻ, മകൾ ധനലക്ഷ്മി എന്നിവരുടെ മൃതദേഹമാണ് വീടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. മകളെ കൊന്ന ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ പഴനിയപ്പന് ഭാര്യയും 3 മക്കളുമാണുള്ളത്. കഴിഞ്ഞ ദിവസം പഴനിയപ്പന്റെ ഭാര്യയും 2 മക്കളും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ പോയിരുന്നു. ഈ സമയം വീട്ടിൽ പഴനിയപ്പനും ധനലക്ഷ്മിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പഴനിയപ്പനെ ഫോണിൽ വിളിച്ച് കിട്ടാതിരുന്ന ഭാര്യ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കളെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് പഴനിയപ്പനെയും ധനലക്ഷ്മിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ധനലക്ഷ്മിയുടെ കഴുത്തിൽ കയർ മുറുക്കി കൊല്ലുകയും അതേ കയറിൽ തന്നെ പഴനിയപ്പനും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ധനലക്ഷ്മിയുടെ മൃതശരീരത്തിൽ മരണാനന്തര ചടങ്ങിലേതുപോലെ സാരി ഉടുപ്പിച്ച് നെറ്റിയിൽ ചന്ദനം തൊട്ട് കിടത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. ആലപ്പുഴ എക്സ്പ്രസിൽ നിന്നും വേർപെടുത്തിയ കോച്ചിൽ സ്ത്രീയുടെ അഴുകിയ മൃതദേഹം കണ്ടെത്തി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിച്ച കോച്ചിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചത് ആരാണെന്ന് തിരിച്ചറിയാനായിട്ടില്ല. 50 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹത്തിന് 7 ദിവസത്തോളം പഴക്കമുണ്ട്. പുഴുവരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. കോച്ചിലെ ഫാൻ തകരാറിലായിരുന്നു. ഇതേ തുടർന്ന് 10 ദിവസത്തിലേറെയായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. കോച്ചിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ പരിശോധന നടത്തി. ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള സ്ത്രീ ഭിക്ഷാടകയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സ്ത്രീ ഈ കോച്ചിനടുത്തേക്ക് നടക്കുന്ന CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി. മരണത്തിനിടയാക്കിയ സാഹചര്യം അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ആലപ്പുഴയിൽ അച്ഛനെയും അമ്മയെയും മകൻ കുത്തിക്കൊന്നു. ആലപ്പുഴ പോപ്പി പാലത്തിന് സമീപമാണ് സംഭവം. തങ്കരാജ്, ആഗ്നസ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ മകൻ ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇറച്ചിവെട്ടുകാരനാണ് ഇയാൾ. കൊലപാതക ശേഷം സഹോദരിയെയും നാട്ടുകാരെയും വിവരമറിയിച്ചത് ബാബുവാണ്. മദ്യപിക്കാൻ 100 രൂപ ആവശ്യപ്പെട്ടെങ്കിലും നൽകാതിരുന്നതാണ് കൊലപാതകത്തിന് കാരണമെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. മദ്യപിച്ച് വീട്ടിലെത്തിയ ബാബു വീണ്ടും മദ്യപിക്കാനായി പണം ചോദിക്കുകയായിരുന്നു. പ്രതി ലഹരിക്ക് അടിമയാണെന്നും നേരത്തെയും വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നതായും പോലീസ് പറഞ്ഞു.